ഗൂഗിൾ ജി രാവിലെ ആയിട്ട് എന്താ പരിപാടി? ഒരു കാനഡ ടിക്കറ്റ് അത് നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഓക്കെ, 2 ലാപ്ടോപ്പിൽ നോക്കുന്നുണ്ടല്ലോ, അതെന്താണ്? അത് ആക്ച്വലി നമുക്ക് കുറച്ച് ക്രൈറ്റീരിയാസ് എപ്പോഴും നോക്കേണ്ട ആവശ്യമുണ്ട്. ലൈക്ക് സെൽഫ് ട്രാൻസ്ഫർ ഉണ്ടോ, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ. ഒന്ന് ഈ സ്ക്രീനിൽ നിന്ന് കാണിക്കാവോ? ഓ ആയിക്കോട്ടെ. നമ്മളിപ്പം അധിക ആൾക്കാരും യൂസ് ചെയ്യുന്ന ഒരു ആപ്പാണിത്, സ്കൈ സ്കാനർ. അതിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഏറ്റവും ബെസ്റ്റ് പ്രൈസ് ആയിട്ട് ഇങ്ങനെ ഗ്രീൻ കളറിൽ കാണിക്കും. പക്ഷേ അവിടെ നമ്മൾ കൺസിഡർ ചെയ്യേണ്ട കുറച്ച് പോയിന്റ്സ് ഉണ്ട്. ഇപ്പം നമുക്ക് അതിനേക്കാളും ബെസ്റ്റ് പ്രൈസ് കിട്ടുന്നുണ്ട് നമ്മൾ ഏജന്റ് പോർട്ടൽ വഴിയാണല്ലോ അല്ലേ? അപ്പം അതൊക്കെ ആവുമ്പം പ്രൈസ് വ്യത്യാസമുണ്ട്. ഇതിനകത്ത് തന്നെ നമുക്ക് സ്റ്റുഡൻറ്റിന് ഈ ടിക്കറ്റ് കൊടുക്കുന്നതിന് മുമ്പേ കുറച്ച് നോക്കേണ്ട മാൻഡേറ്ററി ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളുണ്ട്. അത് സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടോ എന്ന് നോക്കിയതിന് ശേഷമാണ് നമുക്ക് ടിക്കറ്റ് കൊടുക്കാൻ പറ്റുള്ളൂ. സോ ആ പ്രോസസ് ടേക്ക് സം ടൈം. അതിൽ എന്തൊക്കെയുണ്ടെന്ന് വെച്ചാൽ നമുക്ക് ഈ സെൽഫ് ട്രാൻസ്ഫറിന്റെ കാര്യമുണ്ട്. ഈ സെൽഫ് ട്രാൻസ്ഫർ ഒരുപാട് കുട്ടികൾ പറയാറുള്ളത്, അത് ശരിക്കും ഒരു ബുദ്ധിമുട്ടാണോ ഫസ്റ്റ് ടൈം ട്രാവലറിനെ സംബന്ധിച്ചിടത്തോളം? ഓഫ് കോഴ്സ് അതൊരു ബുദ്ധിമുട്ടുള്ള കാര്യം തന്നെയാണ്. ഇൻ കേസ് മറ്റൊരു രാജ്യത്താണ് നിങ്ങൾക്ക് സെൽഫ് ട്രാൻസ്ഫർ വരുന്നതെങ്കിൽ ആ രാജ്യത്തിന്റെ വിസ നിർബന്ധമായിട്ട് വേണ്ടി വരും. ട്രാൻസിറ്റ് അല്ലെങ്കിൽ വിസ എന്തെങ്കിലും അത്യാവശ്യമായിട്ട് വേണ്ടി വരും. സെൽഫ് ട്രാൻസ്ഫർ എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് അറിയായിരിക്കും, ലൈക്ക് നിങ്ങളെ ലഗേജ്, ചെക്കിൻ ലഗേജ് ഒരു ഫ്ലൈറ്റിൽ നിന്ന് മറ്റൊരു ഫ്ലൈറ്റിലോട്ട് എത്താൻ വേണ്ടിയിട്ട് നമ്മൾ തന്നെ സെൽഫായിട്ട് അത് ട്രാൻസ്ഫർ ചെയ്യേണ്ട പ്രോസസ്സിനെയാണ് സെൽഫ് ട്രാൻസ്ഫർ എന്ന് പറയുന്നത്. ഓക്കെ ഓക്കെ. അപ്പോൾ നമ്മൾ അധികം അങ്ങനെ സജസ്റ്റ് ചെയ്ത് കൊടുക്കാറില്ല അല്ലേ? സേഫസ്റ്റ് ട്രാവൽ ആയിരിക്കും അല്ലേ? ഡെഫിനറ്റ്ലി നമുക്ക് സെൽഫ് ട്രാൻസ്ഫർ ഉള്ളത് ആർക്കും. ഇപ്പം ഞാൻ പേഴ്സണലി ട്രാവൽ ചെയ്യുകയാണെങ്കിൽ എനിക്ക് പോലും അത് ഹെക്ടിക് ആണ്. സോ ഫസ്റ്റ് ടൈം ട്രാവൽ ചെയ്യുന്ന സ്റ്റുഡന്റ് അല്ലെങ്കിൽ എൽഡർ ആയിട്ടുള്ള സിറ്റിസൺസ് ഒക്കെ ട്രാവൽ ചെയ്യുന്ന സമയത്ത് വളരെ ബുദ്ധിമുട്ടായിരിക്കും. നമ്മുടെ മിക്ക ആൾക്കാരും സ്റ്റുഡൻസും അതുപോലെ തന്നെ പേരൻസ് ഒക്കെ വരാറ്. ഓക്കെ ഓക്കെ. ഗൂഗിൾ കണ്ടിന്യൂ ചെയ്തോളൂ, കുറേ നോട്ടിഫിക്കേഷൻസ് ബുക്കിംഗ്സ് ഉണ്ടാവുമല്ലോ അല്ലേ? താങ്ക് യു.